ഇന്ന് ഒരു അസാധാരണമായ ശാസ്ത്രീയ യാത്രയിലേക്ക് പോകുകയാണ്, പ്രപഞ്ചത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്ക്, മനുഷ്യന്റെ സാങ്കേതിക പുരോഗതിയുടെ അളവുകോലായ ഊർജ്ജ ഉപയോഗത്തിന്റെ വെളിച്ചത്തിൽ. ഈ യാത്ര ഒരു നാഗരികതയുടെ വളർച്ചയെ അളക്കുന്നതിനുള്ള ഒരു ശാസ്ത്രീയ ചട്ടക്കൂടിനെക്കുറിച്ചാണ്. നിക്കോളായ് കർദാഷേവ് എന്ന സോവിയറ്റ് ജ്യോതിശാസ്ത്രജ്ഞൻ 1964-ൽ മുന്നോട്ടുവെച്ച കർദാഷേവ് സ്കെയിൽ. ഈ സ്കെയിൽ ഒരു നാഗരികതയുടെ സാങ്കേതിക വളർച്ചയെ അവർ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു. ഊർജം ഒരു നാഗരികതയുടെ പുരോഗതിയുടെ അടിസ്ഥാന അളവുകോലാണ്. മനുഷ്യന്റെ ചരിത്രം ഈ ഊർജ ഉപയോഗത്തിന്റെ വളർച്ചയുടെ കഥയാണ്. തീയെ മെരുക്കിയതിൽ നിന്ന് വൈദ്യുതിയെ വരുതിയിലാക്കിയതുവരെ, ഇനി നക്ഷത്രങ്ങളുടെ ശക്തിയിലേക്ക്. നമുക്ക് ഈ ശാസ്ത്രീയ ചട്ടക്കൂടിന്റെ ഉത്ഭവം മനസ്സിലാക്കാം. 1960-കളിൽ പ്രപഞ്ചത്തിൽ മറ്റു ജീവന്റെ സാന്നിധ്യം തേടുന്ന സെറ്റി സെർച്ച് ഫോർ എക്സ്ട്രാടെറസ്ട്രിയൽ ഇന്റലിജൻസ് പദ്ധതികൾ ശക്തി പ്രാപിച്ചിരുന്നു. ഈ സന്ദർഭത്തിൽ നിക്കോളായ് കർദാഷേവ് ഒരു ശാസ്ത്രീയ ചോദ്യം ഉന്നയിച്ചു: ഒരു നാഗരികതയുടെ സാങ്കേതിക പുരോഗതി എങ്ങനെ അളക്കാം? അവർ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് അവരുടെ സാങ്കേതിക ശേഷിയുടെ ഒരു പ്രത്യക്ഷ സൂചകമാണെന്ന് അവൻ വാദിച്ചു. ഈ ആശയത്തെ അടിസ്ഥാനമാക്കി കർദാഷേവ് 3 തരം നാഗരികതകളെ നിർവചിച്ചു: ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ഓരോന്നും ഊർജ ഉപയോഗത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് ആദ്യം ടൈപ്പ് 1 നാഗരികതയെ നോക്കാം. ഒരു ടൈപ്പ് 1 നാഗരികത സ്വന്തം ഗ്രഹത്തിൽ ലഭ്യമായ എല്ലാ ഊർജ സ്രോതസ്സുകളും പൂർണ്ണമായി വിനിയോഗിക്കുന്നു. ഇതിൽ സൂര്യന്റെ ഗ്രഹത്തിൽ എത്തുന്ന ഊർജം, സോളാർ ഫ്ലക്സ്, കാറ്റിന്റെ ശക്തി, ഭൗമതാപ ഊർജം, ജലശക്തി എന്നിവ ഉൾപ്പെടുന്നു. ശാസ്ത്രീയമായി ഇത് ഒരു ഗ്രഹത്തിന്റെ മൊത്തം ഊർജ ബജറ്റിനെ ഏകദേശം 10⁻16 വാട്ട്സ്, 10,000 ടെറാവാട്ട്സ് എന്ന തോതിൽ വിനിയോഗിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഇതിന്റെ അളവ് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഭൂമിയിൽ സൂര്യനിൽ നിന്ന് ഒരു സെക്കൻഡിൽ എത്തുന്ന ഊർജം ഏകദേശം 1.74 × 10⁻17 വാട്ട്സ് ആണ്. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് നാം ഇന്ന് ഉപയോഗിക്കുന്നത്. 2025-ലെ കണക്കനുസരിച്ച് മനുഷ്യരാശിയുടെ മൊത്തം ഊർജ ഉപയോഗം ഏകദേശം 20 ടെറാവാട്ട്സ് ആണ്. ഇതിനർത്ഥം നാം ഒരു ടൈപ്പ് 1 നാഗരികതയിൽ നിന്ന് ഏകദേശം 0.73 എന്ന കർദാഷേവ് സ്കെയിൽ റേറ്റിംഗിൽ നിൽക്കുന്നു. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, സോളാർ പാനലുകൾ, കാറ്റാടിയന്ത്രങ്ങൾ, ജലവൈദ്യുത പദ്ധതികൾ എന്നിവ ഈ യാത്രയുടെ തുടക്കമാണ്. ഉദാഹരണത്തിന്, കേരളത്തിന്റെ സോളാർ ഊർജ്ജശേഷി 2025-ൽ 1000 മെഗാവാട്ടിനടുത്താണ്. ഇത് ഒരു ടൈപ്പ് 1 നാഗരികതയുടെ ഊർജ ആവശ്യത്തിന്റെ ഒരു നുള്ള് മാത്രമാണ്. പക്ഷേ ഈ ചെറിയ തുടക്കങ്ങൾ ഒരു വലിയ ഭാവിയിലേക്കുള്ള പടവുകളാണ്. ഒരു ടൈപ്പ് 1 നാഗരികത ഗ്രഹത്തിന്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ്. ഉദാഹരണത്തിന്, സൂര്യന്റെ ഊർജത്തെ ഭൂമിയുടെ ഓരോ മൂലയിലും വിനിയോഗിക്കാൻ അവർക്ക് കഴിയും. പ്രകൃതി ദുരന്തങ്ങൾ, ചുഴലിക്കാറ്റ്, ഭൂകമ്പം, വെള്ളപ്പൊക്കം ഇവയെ മുൻകൂട്ടി പ്രവചിക്കുകയും തടയുകയും ചെയ്യും. ഊർജ ശൃംഖലകൾ ഗ്രഹത്തിന്റെ ഓരോ ഭാഗത്തേക്കും ഊർജം എത്തിക്കും. നമുക്ക് ഈ ലോകം സങ്കല്പിക്കാം. ഒരു ഗ്രഹം, എല്ലായിടത്തും സോളാർ പാനലുകൾ തിളങ്ങുന്നു. കാറ്റാടിയന്ത്രങ്ങൾ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഭൗമതാപ ഊർജ ശേഖരണ യന്ത്രങ്ങൾ. ഊർജം എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാണ്. ഈ ലോകം നമ്മുടെ ഗ്രഹത്തിന്റെ ഒരു ഏകീകൃത നാഗരികതയാണ്. ഭാഷ, അതിർവരമ്പുകൾ, രാഷ്ട്രീയം എന്നിവയ്ക്കപ്പുറം ഒരു ഗ്രഹമായി ഒന്നിച്ചു നിൽക്കുന്നു. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് വെല്ലുവിളികളുണ്ട്. ഊർജ ശേഖരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ വ്യാപിപ്പിക്കണം. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഭൗതികശാസ്ത്രജ്ഞനായ മിച്ചിയോ കാക്കു 100 മുതൽ 200 വരെ വർഷങ്ങൾക്കുള്ളിൽ നാം ഒരു ടൈപ്പ് 1 നാഗരികതയാകുമെന്ന് കണക്കാക്കുന്നു. ഇതിന് ശാസ്ത്രീയവും സാമൂഹികവുമായ ഒരു വിപ്ലവം വേണം. നമുക്ക് ഒരു പടി കൂടി മുന്നോട്ട് പോകാം. ടൈപ്പ് 2 നാഗരികത. ഇവർ സ്വന്തം മാതൃനക്ഷത്രത്തിന്റെ മൊത്തം ഊർജം വിനിയോഗിക്കുന്നു. ഒരു നക്ഷത്രം ഒരു ഗോളമായി ഊർജം പുറപ്പെടുവിക്കുന്നു. ശാസ്ത്രീയമായി ഒരു നക്ഷത്രത്തിന്റെ ഊർജ ഉൽപാദനം 10⁻26 വാട്ട്സ്, 10 ബില്യൺ ടെറാവാട്ട്സ് എന്ന തോതിലാണ്. ഉദാഹരണത്തിന്, നമ്മുടെ സൂര്യന്റെ മൊത്തം ഊർജ ഉൽപാദനം 3.8 × 10⁻26 വാട്ട്സ് ആണ്. ഈ ഊർജം പിടിച്ചെടുക്കാൻ ഒരു ടൈപ്പ് 2 നാഗരികത ഒരു ഭീമൻ ഘടന നിർമ്മിക്കുന്നു: ഡൈസൺ ഗോളം. ഈ ആശയം ഭൗതികശാസ്ത്രജ്ഞനായ ഫ്രീമാൻ ഡൈസൺ 1960-ൽ മുന്നോട്ടുവെച്ചു. ഒരു ഡൈസൺ ഗോളം ഒരു നക്ഷത്രത്തെ പൂർണ്ണമായി പൊതിയുന്ന ഒരു ഹൈപ്പോതെറ്റിക്കൽ മെഗാസ്ട്രക്ചറാണ്. ഇത് ഒരു ഷെൽ, ഒരു വലയം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സോളാർ പാനലുകളുടെ ഒരു ശൃംഖല ആകാം. നമുക്ക് ഒരു ഡൈസൺ ഗോളത്തിന്റെ ശാസ്ത്രീയ സാധ്യതകൾ പരിശോധിക്കാം.
ഒരു പൂർണ്ണ ഡൈസൺ ഗോളം നിർമ്മിക്കാൻ ഒരു സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും വസ്തുക്കൾ ആവശ്യമാണ്. ഉദാഹരണത്തിന് ബുധന്റെ മുഴുവൻ ലോഹവും ധാതുക്കളും ഒരു ഡൈസൺ ഗോളത്തിന്റെ ഒരു ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കാം. ഈ ഘടന സൂര്യന്റെ ഓരോ തുള്ളി ഊർജവും ശേഖരിക്കും. ഒരു ടൈപ്പ് 2 നാഗരികത ഈ ഊർജം ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യും? അവർ ഗ്രഹങ്ങൾ രൂപപ്പെടുത്തും. അവർ നക്ഷത്രങ്ങളുടെ ഇടയിൽ യാത്ര ചെയ്യും. അവർ ജീവനെ മറ്റു ഗ്രഹങ്ങളിൽ വിതക്കും. ഒരു ടൈപ്പ് 2 നാഗരികത ഒരു സൗരയൂഥത്തിന്റെ മുഴുവൻ ശക്തിയും വിനിയോഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ ആശയം ഒരു ശാസ്ത്രകഥ പോലെ തോന്നാം. പക്ഷേ ഓർക്കുക, 200 വർഷങ്ങൾക്ക് മുൻപ് വൈദ്യുതി ഒരു ശാസ്ത്രകഥയായിരുന്നു. ഇന്ന് നാം ചന്ദ്രനിൽ ഇറങ്ങി. ഒരുപക്ഷേ 1000 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സൂര്യനെ ഒരു ഡൈസൺ ഗോളം പൊതിയും. നമുക്ക് ഒരു പടി കൂടി മുന്നോട്ട് പോകാം. ടൈപ്പ് 3 നാഗരികത. ഇവർ തങ്ങളുടെ ഗാലക്സിയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഊർജം വിനിയോഗിക്കുന്നു. ശാസ്ത്രീയമായി ഒരു ഗാലക്സിയുടെ മൊത്തം ഊർജ ഉൽപാദനം 10⁻⁻36 വാട്ട്സ് 10⁻10 ബില്യൺ ടെറാവാട്ട്സ് എന്ന തോതിലാണ്. നമ്മുടെ പാൽവഴി ഗാലക്സിയിൽ ഏകദേശം 100 ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ട്. ഒരു ടൈപ്പ് 3 നാഗരികത ഈ നക്ഷത്രങ്ങളുടെ ഓരോ തുള്ളി ഊർജവും ശേഖരിക്കുന്നു. ഇതിനായി അവർ ലക്ഷക്കണക്കിന് ഡൈസൺ ഗോളങ്ങൾ നിർമ്മിക്കുന്നു. അവർ ഗാലക്സിയുടെ ഓരോ മൂലയിലും ഊർജ ശൃംഖലകൾ സ്ഥാപിക്കുന്നു. നമുക്ക് ഈ ശാസ്ത്രീയ സാധ്യത പരിശോധിക്കാം. ഒരു ടൈപ്പ് 3 നാഗരികത ഗാലക്സിയുടെ ഊർജത്തെ വിനിയോഗിക്കാൻ അവർക്ക് അതിസങ്കീർണമായ സാങ്കേതികവിദ്യ ആവശ്യമാണ്. ഉദാഹരണത്തിന് ബ്ലാക്ക് ഹോളുകളുടെ ഊർജം ശേഖരിക്കാൻ അവർക്ക് കഴിയും. ബ്ലാക്ക് ഹോൾ ഒരു ഗുരുത്വാകർഷണ സിംഗുലാരിറ്റിയാണ്. ഇതിന്റെ ഊർജം ഒരു ടൈപ്പ് 3 നാഗരികത വിനിയോഗിക്കാം. ഒരു ടൈപ്പ് 3 നാഗരികത എന്തെല്ലാം ചെയ്യും? അവർ ഗാലക്സിയെ രൂപപ്പെടുത്തും. അവർ ജീവനെ ഗാലക്സിയുടെ ഓരോ മൂലയിലും വിതക്കും. അവർ നക്ഷത്രങ്ങളെ നിർമ്മിക്കും. അവർ ഗാലക്സിയുടെ ഊർജത്തെ ഒരു വലിയ ശൃംഖലയിലൂടെ വിനിയോഗിക്കും. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ ആശയം ഒരു വേദപുരാണ കഥ പോലെ തോന്നാം. വേദങ്ങളിൽ ലോകങ്ങളുടെ അനന്തതയെ പറയുന്നു. ഒരു ടൈപ്പ് 3 നാഗരികത ആ അനന്ത ലോകങ്ങളുടെ ദൂതന്മാരാണ്. കർദാഷേവ് സ്കെയിൽ ഒരു ശാസ്ത്രീയ സങ്കല്പം മാത്രമല്ല, ഇത് പ്രപഞ്ചത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സെറ്റി പദ്ധതികളിൽ ടൈപ്പ് 2, ടൈപ്പ് 3 നാഗരികതകളുടെ സിഗ്നലുകൾ തേടുന്നു. ഉദാഹരണത്തിന് ഒരു ഡൈസൺ ഗോളം ഇൻഫ്രാറെഡ് വികിരണം പുറപ്പെടുവിക്കും. ഇത് ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്താം. നമുക്ക് ഒരു ശാസ്ത്രീയ ചോദ്യം ഉന്നയിക്കാം. പ്രപഞ്ചത്തിൽ ടൈപ്പ് 2, ടൈപ്പ് 3 നാഗരികതകൾ ഉണ്ടോ? 13.8 ബില്യൺ വർഷം പഴക്കമുള്ള പ്രപഞ്ചത്തിൽ ഒരു നാഗരികത ടൈപ്പ് 3 ആകാൻ സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഗാലക്സിയിൽ ഇത്തരം സിഗ്നലുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതിന് ഒരു ശാസ്ത്രീയ വിശദീകരണം ഉണ്ട്: ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോതെസിസ്. ഒരു നാഗരികത ടൈപ്പ് 1 ൽ നിന്ന് ടൈപ്പ് 2 ലേക്ക് അല്ലെങ്കിൽ ടൈപ്പ് 3 ലേക്ക് എത്താൻ ഒരു വലിയ വെല്ലുവിളി നേരിടേണ്ടി വരാം. ഈ വെല്ലുവിളി കാലാവസ്ഥാ വ്യതിയാനം ആകാം, അല്ലെങ്കിൽ ഒരു സാങ്കേതിക ദുരന്തം ആകാം. നമുക്ക് ഈ ശാസ്ത്രീയ ചട്ടക്കൂട് നമ്മുടെ ഭാവിയിലേക്ക് പ്രയോഗിക്കാം. 2025 ൽ നാം ഒരു ടൈപ്പ് 0.73 നാഗരികതയാണ്. ഒരു ടൈപ്പ് 1 ആകാൻ നമുക്ക് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കണം. ഒരു ടൈപ്പ് 2 ആകാൻ നമുക്ക് സൗരയൂഥത്തിന്റെ ഊർജം വിനിയോഗിക്കണം. ഒരു ടൈപ്പ് 3 ആകാൻ നമുക്ക് ഗാലക്സിയുടെ ഊർജം വിനിയോഗിക്കണം.